ഹായ് മക്കളെ, എല്ലാവർക്കും എക്സോഡസ് റേസസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മാത്സുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെന്റൽ എബിലിറ്റി എന്നൊക്കെ ചോദ്യം വരുന്നതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്ലോക്ക്. ക്ലോക്കുമായി ബന്ധപ്പെട്ട പല രീതിയിൽ, അതായത് കണ്ണാടിയിലെ അല്ലെങ്കിൽ പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം എത്രയാണ് എന്നുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര, അതായത് ഒരു സമയം തന്നിട്ടുണ്ടാവും 2:30 അല്ലെങ്കിൽ 3:45. ഈ സമയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ സമയം വരുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര, ഇത് പഠിക്കാൻ പല കുട്ടികളും ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസിനെ എല്ലാം നമുക്കൊന്ന് മറക്കണം. ഇക്വേഷൻസ് ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, ഇതിൽ നിന്ന് മാർക്ക് പോവില്ല. മാത്സ് പാടാണെന്ന് പറഞ്ഞ കുട്ടികളോട് ഞാൻ പറയാം, ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇതിൽ നിന്ന് എനിക്കിനി മാർക്ക് പോയില്ല, മനക്കണക്കിലൂടെ ഞാൻ ഇതിന്റെ ആൻസർ എഴുതുമെന്ന് നിങ്ങൾക്ക് പറയാൻ തക്ക കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. ഉറപ്പാണ്. തീർച്ചയായിട്ടും മിസ്സാക്കാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. ഞാൻ പറയുന്നത് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ ആൻസർ കണക്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിക്കാം നമുക്ക് മക്കളെ. ആദ്യം നിങ്ങളൊരു മനസ്സിലാക്കി, ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. 360 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു സർക്കിളിന്റെ നേർപകുതി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അതിനെ കാൽഭാഗമായിട്ട് ഭാഗിച്ചാൽ 90 ഡിഗ്രിയാണ് ഒരു ആംഗിൾ. 90 ഡിഗ്രിയാണ് ഒരു ആംഗിൾ വരുന്നത്. ഇതെത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് ക്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സർക്കിളായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിയുമെങ്കിൽ നോക്കിയേ, ഇതൊരു സർക്കിളാണ് അല്ലേ. സർക്കിൾ ആകുമ്പോൾ ഇത് എത്ര ഡിഗ്രി ഉണ്ട്? ക്ലോക്ക് മുഴുവനായിട്ട് 360 ഡിഗ്രിയാണ് ടോട്ടൽ അതിന്റെ ഏരിയ, അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ നേർപകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? നേർപകുതി എന്ന് പറഞ്ഞാൽ ഇത് 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പുറത്ത് വരുന്നതും 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണേ? വളരെ ഈസി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് നേരെ ഇങ്ങനെ കൂടെ ഭാഗിക്കാം. എത്രയായിരിക്കും ഇത് വരുന്നത്? ഇത് 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഈ തൊട്ട് മേളിൽ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് 90 ആയിരിക്കാം, ഇത് 90 ആണ്. ഇതിനെ ഇങ്ങനെ ഭാഗിച്ചാൽ ഇത് 90 വരും, താഴെ 90 വരും. ക്ലിയർ ആണല്ലോ? ഈസി. ഇനി നോക്കിയാൽ മക്കളെ, ഇത് 90 ആണെങ്കിൽ ഇതിനെ ഇടയിൽ വരുന്നത് എത്ര ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നു? 1, 2. അപ്പൊ 1, 2, 3 ഭാഗങ്ങളല്ലേ ഈ 90 ഡിഗ്രിയിൽ വരുന്നത്. നോക്കിയേ, 90 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയുമാണ് നമുക്ക് 90 ഡിഗ്രി ആയിട്ട് കിട്ടുന്നത്. 90 ഡിഗ്രി എത്രയായിട്ടാണ് ഭാഗിക്കുന്നത്? 1, 2, 3 ഭാഗങ്ങൾ ചേരുമ്പോൾ 90. അപ്പോൾ ഓർത്തെ, ഒരു ഭാഗം എന്ന് പറയുന്നത് തുല്യമായിട്ടാണ്, ഇപ്പൊ വരച്ചേക്കുന്നത് മാറിപ്പോയതാണ്, തുല്യമായിട്ടാണ് ഭാഗിക്കുന്നത് നമ്മളല്ലേ. 90 എന്ന് പറയുന്നതിനെ 3 തുല്യമായി ഭാഗിക്കും. ഇത് എത്ര വരും? ഇത് 30 വരണം, ഇത് 30 വരണം, ഇത് 30 വരണം. അപ്പോൾ 1, 2, 3, 4, 5, 6 എന്നീ പറയുന്ന സംഖ്യകൾക്കിടയിൽ വരുന്ന കോണളവ് 30 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലായി. നിസ്സാരമാണേ, വളരെ നിസ്സാരമായിട്ട് മനസ്സിലായില്ലേ? 1നും 2നും ഇടയിൽ 30 ഡിഗ്രി, 2നും 3നും ഇടയിൽ 30 ഡിഗ്രി. അപ്പൊ 2നും 4നും ഇടയിലോ 30, 30, 60 ഡിഗ്രി ആയിരിക്കും. 2നും 5നും ഇടയിൽ 30, 60, 90 ഡിഗ്രി ആയിരിക്കും. ഈസി ആണേ, സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് സബ് ഡിവൈഡ് ചെയ്താലോ? വീണ്ടും ഒന്ന് സബ് ഡിവൈഡ് ചെയ്യാം. നോക്കിയേ, ഇതിന് 1, 2, 3, 4, 5 ഇങ്ങനെയാണ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് മിനിറ്റിനെ അതിന്റെ ആവശ്യമില്ല, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. 1, 2 മക്കളെ, 1, 2, 3, 4, 5 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് 30 ഡിഗ്രിയെ 5 വീണ്ടും തിരിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് നോക്കിയേ 6 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് 5 മിനിറ്റ് ആണ്. 12, 1 5 മിനിറ്റ് ആണ് നമ്മൾ പറയുന്നത്. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ് ഒരു മിനിറ്റ്. ഓക്കെ ആണേ? ഇത്രയും മനസ്സിലായാൽ മതി. ഒരു ബേസിക് അറിവ് നിങ്ങൾക്ക് ഇത്രയും മതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലൂടെ കണക്ക് കൂട്ടിയാണെങ്കിൽ ആൻസർ എഴുതാൻ കഴിയണം. ഇപ്പം ഉദാഹരണത്തിന് സമയം 9:30 ആണെങ്കിൽ എത്രയാണ് ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റണം. 9:30 എന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് വേഗം ഓർക്കുന്നത് 9, 30, 90 ഡിഗ്രി. കാരണം 30, 60, 90 ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. 30, ഇത് 30, ഇത് 30. അപ്പൊ 30, 30, 60, 30, 90 ആണ്. 9:30 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 9-ൽ തന്നെ ആയിരിക്കില്ല, 9നും 10നും ഇടയിലായിരിക്കും വരുന്നത്. കാരണം 9:30 ആയില്ലേ, അപ്പൊ ഇതിനിടയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ 9-ഉം 10-നും ഇടയിൽ 30 വരും. അതിന്റെ നേർപകുതി 15 കൂടി ഇതിനോടൊപ്പം ചേർക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം ആൻസർ?
30 30 30 പ്ലസ് 15 എന്നായിരിക്കണം. അപ്പോൾ 30 60 90 105 ഡിഗ്രി എന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. സമയം 9:30 ആകുമ്പോൾ 105 ഡിഗ്രിയാണ് കോണളവ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഇനി ഇത് ബേസിക് അറിവ് മാത്രമാണ്. പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ ഈസി ആയിട്ട്, ഇത്രയും പോലും നിങ്ങളെ കുഴപ്പിക്കില്ല, അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയും. മക്കളെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ പുതിയ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് August 8 കേട്ടോ. അപ്പോൾ August 8 2026 സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ടൈപ്പ് 1. ഞാനിതിനെ പല ടൈപ്പായിട്ട് 4 ടൈപ്പായിട്ടാണ് ഞാനിതിനെ കാറ്റഗറി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പിലേക്ക് വരുന്നു. സമയം 9:30 ആയി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആൻസർ കിട്ടിയതേ ഉള്ളൂ 105 ഡിഗ്രി. എന്നാൽ ഇത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമുക്കൊരു ചോദ്യം വന്നാൽ എങ്ങനെ? ക്ലോക്ക് വരച്ചോണ്ടിരിക്കാൻ നേരമില്ലല്ലോ. എങ്ങനെ കണ്ടെത്താം? മക്കളെ ആദ്യം തന്നെ ആൻസർ കണ്ടെത്താൻ നിങ്ങൾ തന്നിരിക്കുന്ന സമയത്തെ താഴേക്ക് എടുത്തെഴുതുക. എത്രയാ? 9:30 എന്ന് എടുത്തെഴുതുക. അത്രയും ചെയ്യാൻ പറ്റുമല്ലോ. 9:30 എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും ഓർക്കണ്ട, മണിക്കൂർ സൂചി 9-ൽ തന്നെ ആയിരിക്കും. 9-നും 10-നും ഇടയിലാണ് വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ആദ്യം തന്നിരിക്കുന്ന മണിക്കൂറിനെ അതുപോലെ എടുത്തങ്ങ് എഴുതുക. ഓക്കെ, അതായത് 9:30 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 9-ലായിരിക്കും എന്ന് നമ്മൾ അങ്ങ് അനുമാനിക്കുന്നു. 9-നും 10-നും ഇടയിലാണ്, അതവിടെ നിൽക്കട്ടെ, 9-ലായിരിക്കും. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി ഏതിലായിരിക്കും? മിനിറ്റ് സൂചി 6-ലായിരിക്കും ചെന്ന് നിൽക്കുന്നത്. ശരിയല്ലേ? 9:30 എന്ന് പറയുമ്പോൾ മക്കളെ 30 എന്ന് പറയുമ്പോൾ 6-ലേക്കല്ലേ മിനിറ്റ് സൂചി ചെല്ലുന്നത്. 9:30 അപ്പോൾ 9-ലും 6-ലും ആയിരിക്കും സൂചികൾ നിൽക്കുന്നത്. 9-ലും 6-ലും ആയിരിക്കും എന്ന് നമ്മൾ അങ്ങ് അനുമാനിക്കുന്നു. 9-ലും 6-ലും ആയിരിക്കും. മണിക്കൂർ സൂചി 9-ലും മിനിറ്റ് സൂചി 6-ലും. ഇത്രയും മതി. ആൻസറിലേക്ക് പോവാണ്. നമ്മൾ തന്നിരിക്കുന്ന ആൻസർ, അതായത് 9-ൽ നിന്നും 6-നെ കുറയ്ക്കുക. 9-ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ എത്രയാ? 9-ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 6 3 9, ഉത്തരം 3. നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണോ, കിട്ടുന്ന ഉത്തരത്തെ 30 കൊണ്ട് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതിനോടൊപ്പം മിനിറ്റിന്റെ നേർപകുതി കൂട്ടുക. തന്നിരിക്കുന്ന മിനിറ്റ് 30 ആയതുകൊണ്ട് നേർപകുതി 15. ഇത്രയേ ചെയ്യേണ്ടു. ആൻസർ ആയി. ഓക്കെ, ഇനി ഇത് മാത്രം ചെയ്താൽ മതി. 3 × 30 90. 90 പ്ലസ് 15, നമ്മുടെ ഉത്തരം 105 ഡിഗ്രി. ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസർ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ നോക്കണം. നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വന്നല്ലേ കുട്ടികളെ? നമുക്കൊന്നുകൂടെ നോക്കിയേക്കാം. ഒന്നുകൂടെ നോക്കിക്കളയാം. ദേ സമയം തന്നിട്ടുണ്ട്. സമയം 9:30. എങ്ങനെ എഴുതണമെന്നാ പറഞ്ഞത്? 9:30 എന്ന് എടുത്തെഴുതുക. മണിക്കൂർ സൂചി 9-ലും മിനിറ്റ് സൂചി 6-ലും ആയിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു. 9-ൽ നിന്ന് 6 കുറയ്ക്കുന്നു, കിട്ടുന്ന ഉത്തരം 3. കിട്ടുന്ന ഉത്തരം എന്തായാലും അതിനെ 30 കൊണ്ട് ഗുണിക്കണം. ഏത് ആൻസർ ആണെങ്കിലും 30 കൊണ്ട് ഗുണിക്കുക. തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതി, അതായത് തന്നിരിക്കുന്ന മിനിറ്റ് 30 ആയതുകൊണ്ട് അതിന്റെ പകുതിയായിട്ടുള്ള 15 കൂട്ടുക. 30 × 3 90. 90 പ്ലസ് 15, ദേ വരുന്നു നമ്മുടെ ഉത്തരം 105 ഡിഗ്രി. ക്ലിയർ ആണേ? ഈസി അല്ലേ? വളരെ നിസ്സാരം. ഇക്വേഷൻ വേണ്ട, 11H എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒത്തിരി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട കേട്ടോ. അടുത്തത് സമയം 8:15. സാറ് പറഞ്ഞിട്ടുണ്ട് തന്നിരിക്കുന്ന സമയം എടുത്തെഴുതുക. 8:15. 8:15 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 8-ൽ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ അങ്ങ് ഊഹിക്കുന്നു. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 15 എന്ന് പറയുമ്പോൾ 3-ലായിരിക്കും നമുക്കറിയാം അല്ലേ? അപ്പോൾ 1 2 3-ൽ വരുമ്പോഴാണ് 15 ആണ്. അപ്പോൾ 8-ൽ നിന്നും 3-നെ കുറയ്ക്കുക. 8-ൽ നിന്നും ആദ്യത്തിൽ നിന്ന് രണ്ടാമത് കുറയ്ക്കുന്നു. 8-ൽ നിന്ന് 3 പോയി കഴിയുമ്പോൾ നമ്മുടെ ഉത്തരം 5. തന്ന ഉത്തരത്തെ 30 കൊണ്ട് ഗുണിക്കുന്നു. അതിനോടൊപ്പം 15 അല്ലേ, 15ന്റെ പകുതി, മിനിറ്റിന്റെ പകുതി 7.5 കൂട്ടുന്നു. അപ്പോൾ 3 5 15, 150 പ്ലസ് 7.5 7.5. നമ്മുടെ ആൻസർ 157.5. മക്കളെ ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയട്ടെ. മണിക്കൂർ സൂചി 8-ലായിരിക്കുമെന്ന് നമ്മൾ അങ്ങ് ഊഹിക്കുന്നു. 15 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 3-ലായിരിക്കും. 8-ൽ നിന്നും 3 പോയാൽ 5. കിട്ടുന്ന ഉത്തരം എന്തുമായിക്കൊള്ളട്ടെ അതിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മിനിറ്റ് തന്നിട്ടുള്ളതിന്റെ പകുതി കൂട്ടുക. അത്രയും ചെയ്യുക. 5 × 30 പ്ലസ് 7.5,
5 × 30 150 പ്ലസ് 7.5 157.5. ഒരു ചോദ്യം കൂടെ ചെയ്താലോ നമുക്ക്? സമയം 6:10 ആണ് എങ്കിൽ 6:10 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ സാർ പറഞ്ഞിട്ടുണ്ട് ഓർക്കണം കേട്ടോ. 6-ലായിരിക്കും മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി 2-ലായിരിക്കും. കാരണം 10 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 2-ലെത്തിക്കാണ്. 1 2 2-ലെത്തുമ്പോൾ 10, 1-ലെത്തിയ 5, 2-ലെത്തിയ 10. 6-ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 4. തന്നിട്ടുള്ള ഉത്തരം അല്ലെങ്കിൽ കിട്ടുന്ന ആൻസറിനെ 30 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിന്റെ പകുതി 10ന്റെ പകുതി 5 കൂട്ടുന്നു. 4 × 30 3 12 120 പ്ലസ് നമ്മുടെ ആൻസർ കൂട്ടാനുള്ള 5 കൂട്ടുന്നു 120 125 ഡിഗ്രി ആയിരിക്കും. മക്കളെ ഓർത്തോണം 125. ഇവിടെ എല്ലാം കിട്ടിയിരിക്കുന്ന ആൻസർ 157 105 എല്ലാം 180 താഴെയുള്ള ഉത്തരമാണ്. 180 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിഗ്രി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 360-ൽ നിന്ന് ആ ഉത്തരം കുറച്ചാൽ മതി. കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടൈപ്പ് നമുക്ക് നോക്കണം. നെക്സ്റ്റ് ടൈപ്പ് 2 ആണ്. സമയം 3:40 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നുള്ളതാണ്. മക്കളെ ഇതിന്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം കേട്ടോ. 3:40 ആകുമ്പോൾ നിങ്ങൾ ഓർത്തേ 3-ൽ തന്നെ ആയിരിക്കും മണിക്കൂർ സൂചിയെ നമ്മൾ എഴുതി വെക്കുന്നു. -40 എന്ന് പറയുമ്പോൾ എത്രയിലായിരിക്കും? 8 5 40. അപ്പൊ 8-ലായിരിക്കും. 40 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 8-ലായിരിക്കും നമുക്കറിയാം. ഓക്കെ, 3-ൽ നിന്നും 8 പോകുന്നു. നിസ്സാരമായിട്ട് ആൻസർ എഴുതാൻ വരട്ടെ. 5 ആണ് എന്ന് എഴുതിയാൽ തെറ്റും. കാരണം 3-ൽ നിന്ന് 8 പോവില്ല, മൈനസ് ആയിരിക്കും കിട്ടുന്ന ഉത്തരം. അപ്പോൾ -5 എന്ന് എഴുതും. ഇതാണ് ഒരു വ്യത്യാസം. ഓക്കെ, ഇതാണ് ടൈപ്പ് 2-ന്റെ വ്യത്യാസം. -5 കിട്ടുന്ന ഉത്തരത്തെ സാറ് പറഞ്ഞിട്ടുണ്ട് 30 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിന്റെ പകുതി 40ന്റെ പകുതി 20 എഴുതുക. ഓക്കെ, -5 × 30 3 5 15 150 -150 പ്ലസ് 20 150 പ്ലസ് 20 അല്ല, -150 പ്ലസ് 20 ആണ്. അപ്പൊ 150-ൽ നിന്ന് 20 അങ്ങ് കുറച്ചാൽ മതി. -130 ആണ് ഉത്തരം. ഫൈനൽ ആൻസർ വരുന്നത് 180-ന് താഴെയാണെങ്കിൽ അത് മൈനസ് ആണെങ്കിലും കൺസിഡർ ചെയ്യേണ്ട. ഉത്തരം 130 ഡിഗ്രി എന്നായിരിക്കും. മൈനസിനെ കളഞ്ഞാൽ മതി. 130 ഡിഗ്രി എന്നായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ ആണോ? 3:40 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, തന്നിട്ടുള്ളത് 3 എടുത്തെഴുതുക. അല്ലെങ്കിൽ 3 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 3-ലെന്നും 40 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 8-ലെന്നും അനുമാനിക്കുന്നു. -5 എന്ന് കിട്ടും. കാരണം 3-ൽ നിന്ന് 8 പോയി -5 × 30 പ്ലസ് 20 150 -150 പ്ലസ് 20 150 പ്ലസ് 20 അല്ല, -150. അപ്പോൾ ഉത്തരം -130. അത്രേ ഉള്ളൂ ആൻസർ. ഫൈനൽ ആൻസർ മൈനസ് ആണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട. ഇതാണ് രണ്ടാമത്തെ ടൈപ്പിന്റെ വ്യത്യാസം. നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് നോക്കണ്ടേ? 6:50 ആകുമ്പോൾ സമയം. അപ്പോൾ മണിക്കൂർ സൂചി 6-ൽ തന്നെ, മിനിറ്റ് സൂചി 9 10-ൽ വരും അല്ലേ മക്കളെ? 10 5 50. ഓക്കെ, അപ്പോൾ 6-ൽ നിന്നും 10 കുറയ്ക്കുക. 6-ൽ നിന്നും 10 കുറയ്ക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ മൈനസ് എടുക്കുന്നു. 6-ഉം 10-ഉം തമ്മിലുള്ള വ്യത്യാസം -4. അപ്പോൾ 6-ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ -4 എന്ന് കിട്ടും. -4 × 30 തന്നിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്തുമായിക്കോട്ടെ 30 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിന്റെ പകുതി കൂട്ടുക. മിനിറ്റിന്റെ പകുതി 25 ആണ് അല്ലെ? 50ന്റെ പകുതി 25 ആണ്. -4 × 30 4 3 12 120 ആണ്. -120 ആണ്. ഓക്കെ ആണോ? -120 ആണ്. പ്ലസ് 25 ആണ്. അപ്പോ -120 പ്ലസ് 25. അതിന്റെ അർത്ഥം 120-ൽ നിന്ന് 25 കുറയ്ക്കുക. 120-ൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ 100. ഒരു 5ഉം കൂടെ കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരം -95 ഡിഗ്രി എന്നാണ്. ഇതാണ് ഫൈനൽ ആൻസർ. മൈനസിനെ അങ്ങ് കളയുക. നമ്മുടെ ഫൈനൽ ആൻസർ വരുമ്പോൾ 120-ൽ നിന്നും 25 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഉത്തരം 95 എന്നുള്ള ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണേ? ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ആ മോഡലിൽ തന്നെ സമയം 8:55 ആവുകയാണെങ്കിൽ മണിക്കൂർ സൂചി 8-ൽ തന്നെ, മിനിറ്റ് സൂചി 11-ലായിരിക്കും. 11 5 55. 8-ൽ നിന്നും 11 പോവുകയാണെങ്കിലോ? 8-ൽ നിന്നും 11 പോവുമോ? പോകുകയല്ല. അപ്പൊ മൈനസ് ആണ്. 8-ൽ നിന്ന് 11 പോയി കഴിഞ്ഞാൽ -3 ആണ്. 8ഉം 2 10 11 -3 ഇൻറ്റു തന്നിട്ടുള്ള ഉത്തരത്തെ 30 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിന്റെ പകുതി കൂട്ടുക. 55ന്റെ പകുതിയാണ്. 50ന്റെ പകുതി 25, 5ന്റെ പകുതി 2.5, 25നോടൊപ്പം 2.5 കൂട്ടിയാൽ 27.5 എന്ന് നമുക്ക് കിട്ടും. 27.5.
3 9 -90 കിട്ടും. -90 പ്ലസ് 27.5. അപ്പോൾ നമുക്ക് 90 നിന്നും 27.5 കുറയ്ക്കണം. നമുക്ക് 30 അങ്ങ് കുറച്ചിട്ട് ഒരു 2.5 കൂട്ടിയാൽ മതിയല്ലോ മക്കളെ. ഇത് 30 അങ്ങ് കുറച്ചിട്ട് മനക്കണക്ക് ഓർത്തിരിക്കാനാ. അപ്പൊ 90 നിന്ന് 30 പോവുകയാണെങ്കിൽ 60 ആണ്. 30 പോകണ്ട, 27 പോയാൽ മതി. അപ്പോൾ 2.5 കൂട്ടിക്ക് 60-നോടൊപ്പം 2.5 കൂട്ടിയാൽ 62.5 എന്നുള്ളതാണ്. മൈനസ് വരും, മൈനസ് കൺസിഡർ ചെയ്യേണ്ട. ഫൈനൽ സ്റ്റേജിൽ 180-ന് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രം അവിടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. മക്കളെ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാം. ഓക്കെ, 2 ടൈപ്പ് പഠിച്ചു കേട്ടോ. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തെ 30 കൊണ്ട് ഗുണിക്കുക, മിനിറ്റിന്റെ പകുതി കൂട്ടുക. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, വേറൊന്നും നിങ്ങൾ ഓർക്കണ്ട, അതിലൂടെ കിട്ടും. നോക്കിയേ, ടൈപ്പ് 3. സമയം 11:20 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? 11:20 ആണ്. ശ്രദ്ധിക്കാം, നമുക്ക് 11:20 ആകുമ്പോൾ, സമയം 11:20 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും. സാർ പറഞ്ഞിട്ടുണ്ട് 11 എടുത്ത് എഴുതുന്നു, അല്ലെങ്കിൽ 11-ലായിരിക്കും മണിക്കൂർ സൂചി എന്ന് നമ്മൾ അനുമാനിക്കുന്നു. -20 എന്ന് പറയുമ്പോൾ 4 5 20. മിനിറ്റ് സൂചി 4-ലായിരിക്കും വരുന്നത് അല്ലെ. 11-ൽ നിന്നും 4 പോവുകയാണെങ്കിൽ എത്ര കിട്ടും? 11-ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ കിട്ടും, ആൻസർ കിട്ടും, മൈനസ് ഒന്നും വരില്ല. 11-ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 7 4 11. അപ്പൊ ഉത്തരം 7. തന്നിട്ടുള്ള ഉത്തരത്തെ 30 കൊണ്ട് നേരെ ഗുണിക്കുക, അതിനോടൊപ്പം മിനിറ്റിന്റെ പകുതി കൂട്ടുക. മിനിറ്റിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 20-ന്റെ പകുതി 10 കൂട്ടുക. നമുക്ക് ഉത്തരം വരുന്നു. നോക്കിയേ, 7 × 30 3 7 21 210 പ്ലസ് 10 നമുക്ക് കിട്ടി 220. തീർന്നോ? ഫൈനൽ ആൻസറിലേക്ക് എത്തിയോ മക്കളെ? 220 എന്ന് പറയുന്ന ഒരു ഡിഗ്രി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 180-ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, അത് 360-ൽ നിന്ന് ആ ഉത്തരത്തെ കുറയ്ക്കുക. പറഞ്ഞു മനസ്സിലായോ? ഫൈനലിൽ കിട്ടുന്ന ഉത്തരം 180-ന് മുകളിൽ പോകുന്ന ഒരു ആൻസർ ആണെങ്കിൽ, 180-നേക്കാൾ കൂടുതലാണെങ്കിൽ 360-ൽ നിന്ന് കുറയ്ക്കുക. അത്രയും ചെയ്താൽ ആൻസർ കിട്ടും. 360 മൈനസ് 220. നമ്മുടെ ആൻസർ 6-ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ 4, 3-ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ 1. നമ്മുടെ ആൻസർ 140 ഡിഗ്രി എന്നുള്ളതായിരിക്കും. അതായത് സമയം 11:20 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് 140 ഡിഗ്രി. ക്ലിയർ ആണോ? ഇവിടെ എന്താ മൂന്നാമത്തെ ടൈപ്പിന്റെ പ്രത്യേകത? ഇവിടെ 220, അതായത് 180-ന് മുകളിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, തൊട്ട് പിറകിൽ പഠിച്ചത് രണ്ടാമത്തെ ടൈപ്പ് ഏതായിരുന്നു? നമുക്ക് ഒരു മൈനസ് ആൻസർ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണേ? നമുക്ക് ഇതേ കൂടി തന്നെ ഒരു പ്രോബ്ലം, ഇതിന്റെ അതേ മോഡൽ തന്നെ നോക്കാം. സമയം 12:15 ആയാൽ 12 എന്ന് എടുത്തെഴുതി, മൈനസ് 15 എന്ന് പറഞ്ഞാൽ 3-ലായിരിക്കും മിനിറ്റ് സൂചി. 12-ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ 9 3 12, ശരിയല്ലേ? 9 3 12, 9 ഇൻറ്റു തന്നിട്ടുള്ള ഉത്തരത്തെ, അല്ല കിട്ടുന്ന ഉത്തരത്തെ 30 കൊണ്ട് ഗുണിക്കുക. ഈ 30 പെർമനന്റ് കേട്ടോ, എപ്പോഴും 30 കൊണ്ട് ഗുണിക്കുക. പ്ലസ് 15-ന്റെ പകുതി എത്ര വരും മക്കളെ? 7.5 വരും. 7 7 14, 1 15. ഓക്കെ, 3 9 27, 9 2 3 27, 270 എന്ന ആൻസർ വന്നു. 270 പ്ലസ് 7.5 എന്ന് വന്നു. അപ്പൊ എത്ര വരും? 277.5 എന്നാണ് വന്നിട്ടുള്ളത്. 277.5 എന്ന് പറയുന്ന ഡിഗ്രി ഉണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം സാർ പറഞ്ഞിട്ടുണ്ട്? 360-ൽ നിന്ന് കുറയ്ക്കുക. 360 മൈനസ് 277.5 എങ്ങനെ കുറയ്ക്കും? ഇവിടെ പോയിന്റ് സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നും ഇതിനെ 10 കൺസിഡർ ചെയ്യുക. അതായത് ഇവിടെ 0 ആണ്, 0-ൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് 6-ൽ നിന്ന് 1 എടുത്ത് ഇവിടെ കൊടുത്തു. ഇവൻ 10 10-ൽ നിന്ന് 1 എടുത്തു, അപ്പോൾ 10-ൽ ഇവിടെ 9 ഉള്ളൂ. ഇനി ഇവിടെ 10 10-ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 0.5. ഇനി ഇവിടെ എത്ര ഉള്ളൂ? 9. 9 ആണ് ശേഷിക്കുന്നത്. 9-ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 2. ഇവിടെ 6 ഇല്ല, 6-ൽ നിന്ന് 1 നമ്മൾ കടമെടുത്തിരുന്നു, അപ്പോൾ 5 ആണ്. ഇവിടെ 1 കൊടുക്കുമ്പോൾ 15 എന്നാവും അല്ലെ. 15-ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 7 7 14, 1 15, 8 എന്ന് കിട്ടും. ഇവിടെ 2, കാരണം 3-ൽ നിന്ന് 1 എടുത്തു, 2 ആണ്. ഉത്തരം 82.5, 82.5 ഡിഗ്രി ആണ് വരുന്നത്. നമ്മുടെ ആൻസർ 82.5 ഡിഗ്രി. ഓക്കെ ആണോ? എന്താ പ്രത്യേകത? വേറൊന്നും ഞാൻ പറഞ്ഞില്ല. 380-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ 360-ൽ നിന്ന് കുറയ്ക്കുക. ഇത്ര ഉള്ളു ചെയ്യേണ്ടത്. നോക്കിയേ, സമയം 8:05 ആകുമ്പോൾ, സമയം 8:05 ആയി കഴിഞ്ഞാൽ മണിക്കൂർ സൂചി 8-ൽ തന്നെ 5 1,
അപ്പോൾ 8-ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. 8-ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 7. കിട്ടുന്ന ഉത്തരത്തെ 30 കൊണ്ട് ഗുണിക്കുകയും മിനിറ്റിന്റെ പകുതി കൂട്ടുകയും ചെയ്യണം. മിനിറ്റിന്റെ പകുതി 2.5 വരും. 5ന്റെ പകുതി 2.5. നോക്കിയേ, 3 7 21 210 പ്ലസ് 2.5 എന്ന് പറയുമ്പോൾ 212.5 എന്ന് വന്നു. ശരിയല്ലേ? 3 7 21 210 2.5 212.5 എന്ന് വന്നു. അപ്പോൾ 360 നിന്ന് വീണ്ടും കുറയ്ക്കണം നമുക്ക്. 360 മൈനസ് 212.5 നോക്കാം. ഇവിടെ 0.5 എന്ന് വന്നു അല്ലേ? 0.5 എന്ന് വന്നു. ഇവിടെ 9 9 നിന്ന് 7 2 പോയി കഴിഞ്ഞാൽ 7 എന്ന ആൻസർ നമുക്ക് വരും. 7 ഇവിടെ നിന്ന് 1 എടുത്തിരുന്നു. 5-ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 4 എന്ന് നമുക്ക് ആൻസർ വന്നു. 3-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 1. 147 പോയിന്റ്. നോക്കിയേ, 147.5 ഡിഗ്രിയാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, വേറൊന്നുമില്ല. കുറച്ച് കിട്ടുന്ന ഉത്തരത്തെ 30 കൊണ്ട് ഗുണിക്കുകയും പ്ലസ് മിനിറ്റിന്റെ പകുതി കൂട്ടുകയും ചെയ്യുന്നു. അടുത്ത ടൈപ്പിലേക്ക് പോവാം നമുക്ക്. വേഗം അടുത്ത ടൈപ്പിലേക്ക് പോവാണ്. ഇതുകൊണ്ട് തീരും കേട്ടോ. സമാധാനമായി. ഓക്കെ, നോക്കിയ മക്കളെ, 2.50 അതായത് 2.50 ആകുമ്പോൾ കോണളവ്. മണിക്കൂർ സൂചി 2-ൽ തന്നെ 50 എന്ന് പറയുമ്പോൾ 8 നോക്കിയ മക്കളെ 9 10 വരും കേട്ടോ. 10-ലായിരിക്കും മിനിറ്റ് സൂചി നിൽക്കുന്നത്. ശരിയല്ലേ? 5×5 = 50. 2-ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ 2-ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിരുന്നത് മൈനസ് അല്ലായിരുന്നു. മൈനസ് അല്ലാതെ തന്നെ 180-ന് മുകളിൽ പോയാൽ, ഇനി മൈനസ് ആയിട്ട് 180-ന് മുകളിൽ പോയാൽ എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ 2-ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ -8. കിട്ടുന്ന ഉത്തരത്തെ 30 കൊണ്ട് ഗുണിക്കുക. അതിനോടൊപ്പം എത്ര ആഡ് ചെയ്യണം? മിനിറ്റിന്റെ പകുതി 25 ആഡ് ചെയ്യുക. ഇവിടെ തന്നിട്ടുള്ള മിനിറ്റ് ആണ് കേട്ടോ. 3 8 24 2 240 മൈനസ് 240 പ്ലസ് 25. നോക്കിയേ, മൈനസ് 200 മക്കളെ 215 എന്ന് വരും. കാരണം 215 220 240. ഓക്കെ, മൈനസ് 215. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? 360-ൽ നിന്ന് കുറയ്ക്കുക. 360 മൈനസ് 215. ഇവിടെ 10 1 എടുക്കുന്നു. 1 എടുക്കുമ്പോൾ ഇവിടെ 5 ഉള്ളൂ. ഇവിടെ 10 ആയി. 10-ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 5. 5-ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 4. 3-ൽ നിന്ന് 2 പോയാൽ 1. നമ്മുടെ ആൻസർ 145 ഡിഗ്രി എന്നുള്ളതാണ്. സമയം 2:50 ആയി കഴിഞ്ഞാൽ 145. ഇവിടുത്തെ മൈനസ് കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. മൈനസ് വന്നാൽ കൺസിഡർ ചെയ്യരുത്. മൈനസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമയം 1:45 ആവുകയാണെങ്കിൽ 1:45 ആയി. മണിക്കൂർ സൂചി 1-ൽ തന്നെ 45 എന്ന് പറയുമ്പോൾ 9 45. 1-ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ -8. -8 × 30 പ്ലസ് 45-ന്റെ പകുതി. മക്കളെ, 45-ന്റെ പകുതി 40-ന്റെ പകുതി 20. 5-ന്റെ പകുതി 2.5. 20-ഉം 2.5-യും 22.5. ഓക്കെ, നോക്കാം നമുക്ക്. 3 8 24 മൈനസ് 240 പ്ലസ് 22.5. ഓക്കെ, 240-ൽ നിന്ന് 20 അങ്ങ് കുറച്ചേ 220. 220 2.5 കൂടെ കുറച്ചേ 217.5 എന്ന് കിട്ടി. നമുക്ക് മൈനസ് കൺസിഡർ ചെയ്യേണ്ട. 180-ന് മുകളിലോട്ട് പോയി. വേറൊന്നും നോക്കാനില്ല. 360-ൽ നിന്ന് കുറയ്ക്കണമെന്ന് സാർ പഠിപ്പിച്ചിട്ടുണ്ട്. 360 മൈനസ് 217.5. ശരിയല്ല? 217.5. 360-ൽ നിന്ന് കുറയ്ക്കണം. 0.5 എന്ന് വരും. 9-ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ 9-ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 2 എന്ന് കിട്ടി. 5-ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 4 എന്ന് കിട്ടി. 3-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 1 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ 142.5 ഡിഗ്രി എന്ന് കിട്ടി. മക്കളെ, വളരെ നിസ്സാരം, വളരെ നിസ്സാരം. ഓക്കെ, ഒന്നുകൂടെ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. ഇവിടെ പറഞ്ഞ വേറൊന്നുമില്ല. തന്നിരിക്കുന്ന സമയം എടുത്തെഴുതുക. മണിക്കൂർ സൂചിയോ ആ തന്നിട്ടുള്ള സമയം തന്നെ എഴുതുക. മിനിറ്റ് സൂചി ഏതിലാണ് വരേണ്ടത് എന്ന് കൺസിഡർ ചെയ്യാം. 30 എന്ന് പറഞ്ഞാൽ 6-ൽ വരും. തന്നിട്ടുള്ള മണിക്കൂറിൽ നിന്നും മിനിറ്റിനെ കുറയ്ക്കുക. സൂചികൾ തമ്മിലുള്ള കുറവ് 3 എന്ന് കിട്ടി. കിട്ടിയ ഉത്തരം എന്തുമായിക്കോട്ടെ അതിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മിനിറ്റിന്റെ പകുതി കൂട്ടുക. ഓക്കെ, മിനിറ്റിന്റെ പകുതി കൂട്ടുക. അത്രയും ചെയ്താൽ മതി. 3 × 30 90 പ്ലസ് 15 105 ഡിഗ്രി. ഇനി ഇത് മൈനസ് വരുന്നത് മാത്രം ഓർക്കുക. 180-ന് മുകളിൽ പോയാൽ കുറയ്ക്കണം എന്നുള്ള കാര്യം ഓർക്കുക. വേറൊന്നും നിങ്ങൾ ഇതിനകത്ത് ഓർക്കണ്ട.
മക്കളെ ഒരു കാര്യവും കൂടെ, ഇനി 0 വരികയാണെങ്കിൽ, ഇപ്പം ഉദാഹരണം 10 മണി എന്നൊക്കെയാണ് ചോദ്യമെങ്കിൽ, ഉദാഹരണം 10 PM അല്ലെ 10 AM, 10 മണിയാകുമ്പോൾ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? മണിക്കൂർ സൂചിയിൽ 10ൽ തന്നെ മിനിറ്റ് സൂചി എങ്ങനെ കണ്ടെത്തും? മിനിറ്റ് സൂചി 00 എന്ന് പറയുമ്പോൾ 12-ലായിരിക്കും മിനിറ്റ് സൂചി വരുന്നത് അല്ലെ. അപ്പൊ 10 മൈനസ് 12, 10ൽ നിന്നും 12 കുറച്ച് കഴിഞ്ഞാൽ 10ൽ നിന്ന് 12 പോയി കഴിഞ്ഞാൽ -2, കിട്ടുന്ന ഉത്തരത്തെ 30 കൊണ്ട് ഗുണിക്കുക, മിനിറ്റിന്റെ പകുതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര എഴുതുന്നു, -60 എന്ന് കിട്ടും. വേറൊന്നും നോക്കണ്ട, 60 എന്ന് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. 60 ഡിഗ്രി ശരിയല്ലേ? 10 മണി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി അല്ലേ? നോക്കിയേ, 10 മണി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, 60 ഡിഗ്രി ആണോ വരുന്നത്? നിങ്ങളൊന്ന് മനക്കണക്ക് കൂട്ടി നോക്കിയാൽ പോരെ. 10 മണി എന്ന് പറയുമ്പോൾ 10ൽ വരും, നേരെ 12ലേക്ക് വരും, 30 60, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 00 വരുന്ന കാര്യം ഇതിനിടയിൽ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇപ്പോൾ നിങ്ങൾ പുതിയ ബാച്ചിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. പുതിയ ബാച്ച് 8/8/2026 സ്റ്റാർട്ട് ചെയ്യുന്നു. അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി വാട്സപ്പ് ചെയ്യുക. അപ്പോൾ പുതിയ അറിവുകളുമായി, പുതിയ ക്ലാസ്സുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും എന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ ഇവിടെ നിന്ന് ബൈ പറയുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. ഗോഡ് ബ്ലസ് യു ഓൾ ആൻഡ് താങ്ക് യു.